റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുലിഖിതത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ആരാധന. എന്താണ് യഥാർത്ഥമായ ആരാധന? ഈ വചനം മുഴുവൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഏറ്റവും നല്ല ആരാധന ഏതാണെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും നല്ല യഥാർത്ഥമായിട്ടുള്ള ഈ ആരാധനയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ബലിയായിട്ട് അർപ്പിക്കുവിൻ. ഇപ്പം ശരീരങ്ങളെ ബലിയായിട്ട് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇപ്പം ഈശോ ശരീരത്തെ ബലിയായിട്ട് അർപ്പിച്ചു, അല്ലേ? ഈശോ ശരീരത്തെ ബലിയായിട്ട് അർപ്പിക്കുമ്പോൾ ഈശോ ശരീരത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്തു. ശരീരം വേണം വേണം എന്ന് പറഞ്ഞപ്പോൾ ഈശോ ആത്മാവിലൂടെ ശരീരം ആവശ്യപ്പെട്ടത് കൊടുത്തില്ല. അപ്പം ഇവിടെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ശരീരം പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു. ശരീരം പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ശരീരം പരദൂഷണം പറയാൻ ആഗ്രഹിക്കുന്നു, ശരീരം വിമർശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ശരീരം മദ്യപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ശരീരം ജഡിക പാപത്തിൽ ഏർപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ശരീരം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കാരണം ഈ ആത്മാവ് എപ്പോഴും ഇതിന് വഴങ്ങിയല്ല. ഈ ശരീരം ആവശ്യപ്പെടുന്നതിനോടൊക്കെ ഈ ആത്മാവ് യെസ് പറയുകയല്ല. അപ്പോൾ ആത്മാവും ജഡത്തിൻ്റെ അരൂപിയും തമ്മിലൊരു യുദ്ധമുണ്ട്. ഈ യുദ്ധം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ജഡത്തിൻ്റെ അരൂപി എന്നാണോ ആത്മാവിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്നത്, അന്നാണ് പ്രിയപ്പെട്ടവരെ പാപത്തിലേക്ക് പോകുന്നത്. ആത്മാവിൽ നിലനിന്നുകൊണ്ട് ജഡത്തിൻ്റെ അരൂപിക്കെതിരെ യുദ്ധം ചെയ്യണം. ജഡത്തിൻ്റെ അരൂപിയുടെ മേൽ ആധിപത്യം പുലർത്തണം. അങ്ങനെ ആധിപത്യം പുലർത്തുക എന്ന് പറയുന്നത് ഒരു സഹനമാണ്. യഥാർത്ഥമായ ഒരു ബലി അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സഹനം പോലെയാണത് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി ഏറ്റെടുക്കുന്ന സഹനത്തെ കർത്താവിന് അർപ്പിക്കുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ടുള്ള ആരാധനയായിട്ട് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ പോയിട്ട് കർത്താവിന് മുൻപിൽ മുട്ടുകുത്തി ആരാധിക്കുക എന്ന് പറയുന്നത് അത്ര വിഷം പിടിച്ച കാര്യമൊന്നുമല്ല. അത് എളുപ്പമാണ്. പക്ഷേ ശരീരത്തിൽ വിശുദ്ധി കൈവരിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ഏറ്റെടുക്കുന്ന സഹനം, ആ സഹനം കർത്താവിന് അർപ്പിക്കുന്നത് ദൈവത്തിന് പ്രീതികരമായ, കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആരാധനയാണ്. ഈ ആരാധനയിലൂടെയാണ് ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത്. അതുകൊണ്ടല്ല ചിലരുടെയൊക്കെ ജീവിതത്തിൽ അവർ പല കാര്യങ്ങളും ത്യജിക്കുമ്പോൾ അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. ആത്മാവിന് വേണ്ടി ശരീരത്തിൽ ഏറ്റെടുക്കുന്ന ത്യാഗം ഒരു സഹനമാണ്, അതൊരു ബലിയാണ്. അതെല്ലാ ദിവസവും കർത്താവിന് അർപ്പിച്ചുകൊള്ളുക. അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളം കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ സഹനത്തിലൂടെ കർത്താവിന് പ്രീതികരമായിട്ടുള്ളൊരു ബലി അർപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു ആശീർവാദം സ്വീകരിക്കാം.